ഹായ് നമുക്കിന്ന് ദേ ഈ ഒരു ഹെവി ആയിട്ടുള്ള കമ്മൽ ചെയ്താലോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡിസൈൻ ഒരു പേപ്പറിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മേലേക്ക് OHP ഷീറ്റ് വെച്ചിട്ട് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ കുന്തൻ സ്റ്റോൺസ് ആ ഡിസൈൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒട്ടിക്കുവാണേ. അപ്പോൾ അതേ ആദ്യം തന്നെ ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് വെച്ചത്. പിന്നെ ഒരു വലിയ റൗണ്ട് ഷേപ്പിലുള്ളത് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ളത് വെച്ചു. എന്നിട്ട് അതിന് ചുറ്റും ബോൾ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എൻ്റെ ഒരു പ്ലാനിൽ ഇത്ര വരെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പിന്നെയും അതൊന്നും കൂടെ ഗ്രാൻഡാക്കി ഫൈനൽ കമ്മലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം ഒരു റൗണ്ട് ഷേപ്പിലുള്ള അതാണ് ആ സെൻറ്ററിൽ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി ഒന്നും കൂടെ സ്ക്വയർ ആക്കിയാലായിരിക്കും ഭംഗി. പിന്നെ ഒന്നും കൂടെ യുണീക്കായിട്ടുള്ളത് സ്ക്വയർ ആക്കുമ്പോഴാണ്. റൗണ്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നതല്ലേ. അപ്പോൾ അതേ അങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് അതിന് ചുറ്റിലും 2 ലെയർ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ചെറിയ സൈസിലുള്ള ബോൾ ചെയിനാണ്. അപ്പോൾ അതേ ഇവിടെ തൊട്ടാണ് എൻ്റെ പ്ലാൻ ചേഞ്ച് ആയത്. ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി സ്റ്റോൺ ചെയിനും കൂടെ ഒട്ടിച്ചാൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കുന്നത്. അങ്ങനെ ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ സ്റ്റോൺ ചെയിനാണ്. ഇതിൻ്റെ താഴെയുള്ളൊരു സൈസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെ ഇങ്ങനെ പുറം ഭാഗത്ത് മാത്രം കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ഉള്ളിലുള്ള പോർഷനിൽ ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് വലുപ്പം കൂടിപ്പോവും. അപ്പം ഞാൻ ഇങ്ങനെ ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചു കൊടുക്കുവാണേ. പിന്നെ പലവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് ചെയ്യുന്ന കമ്മൽ സ്ട്രോങ് ആയിരിക്കുമെന്ന്. പക്ഷേ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ മിക്കതും ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്ന കമ്മലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. സ്റ്റഡ്സ് ആയാലും പിന്നെ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഹാങ്ങിങ്സൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതും നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നമ്മുടെ ഹാങ്ങിങ് പോർഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലും ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിങ്ങനെ ഗ്യാപ്പില്ലാതെ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ. നമ്മളിങ്ങനെ സേഫ്റ്റി പിന്ന് വെച്ച് ആ ഗ്യാപ്പ് കളയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ആയിക്കോളും. എന്നിട്ട് അതിന് ചുറ്റിലും ഞാനിങ്ങനെ സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അതും ഈ ഗ്യാപ്പില്ലാതെ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഗ്യാപ്പില്ലാതെ നമ്മൾ നല്ല കുറച്ച് ക്ഷമയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ ശരിക്കും ഷോപ്പിൽ നിന്ന് വാങ്ങണ അതേപോലെ തന്നെ തോന്നും. ആർക്കും മനസ്സിലാവില്ല നമ്മൾ ചെയ്തെടുത്ത കമ്മലാണെന്നുള്ളത്. ഇനി അത് ഡ്രൈ ആവാൻ വിടാം. അപ്പോഴത്തേക്കും നമുക്ക് ഹാങ്ങിങ്സ് സെറ്റാക്കാം. അതിനുവേണ്ടി ഒരു ഐപ്പിൻ എടുത്തിട്ട് അതിലേക്ക് ഹാങ്ങിങ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വൈറ്റ് ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹാങ്ങിങ് ബീഡിന് ഒരെണ്ണത്തിന് 2 രൂപയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കമ്മൽ ഡ്രൈ ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഹാങ്ങിങ്സ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ നിർത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോഴും എനിക്ക് തോന്നി ആ ഗ്യാപ്പിലൊക്കെ ഒന്നും കൂടെ വൈറ്റ് ബീഡ്സ് ഒട്ടിച്ചു കൊടുത്താൽ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഇരുന്ന് വൈറ്റ് ബീഡും കൂടെ ഒട്ടിച്ചു കൊടുത്തു വിട്ടതേ ആ ഗ്യാപ്പിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് കണ്ടു. അതും B7000 ഗ്ലൂ വെച്ചിട്ട് തന്നെ കേട്ടോ ഒട്ടിക്കണേ. അത് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേ സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം എത്തുമ്പോൾ ഒരു ഗ്യാപ്പ് കാണാം. അവിടെ ഞാൻ ചെറിയ വൈറ്റ് ബീഡാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അത് ആ ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് ഒട്ടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഐപ്പിനെടുത്ത് അതിലേക്ക് വൈറ്റ് ബീഡ് ഇട്ടിട്ട് ആ ഹാങ്ങിങ് പോർഷൻ്റെ മുകളിലും വെക്കുക. പിന്നെ ഒരു ഐപ്പിനെടുത്തിട്ട് സ്റ്റഡ് പോർഷൻ്റെ മുകളിലേക്കും വെക്കുക. പിന്നെ സ്റ്റഡിൻ്റെ മേലെ ഒരു സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടും ഹാങ്ങിങ്ങും സ്റ്റഡും സെറ്റായിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പ്ലയർ വെച്ചൊന്ന് സെക്യൂർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് ഗ്രാൻഡായിട്ട് ഇട്ട് പോകണമെങ്കിൽ ഇത് അടിപൊളി കമ്മലാണ്. ഇട്ടിട്ടുള്ളൊരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.